പ്രവാസി സംഘത്തിന്റെ KV അബ്ദുൽ ഖാദർ ചേരുന്നു. ശ്രീ അബ്ദുൽ ഖാദർ, ഈ ഒരു സാഹചര്യം അങ്ങേറ്റം ഇത് കാണുന്നവർക്ക് പോലും വലിയ വേദന തോന്നുന്നു. അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇന്ന് തന്നെ ജോലിക്ക് ചെല്ലേണ്ടുന്ന ആൾക്കാരുണ്ട്, ജോലിക്ക് നാളെ കയറിയില്ലെങ്കിൽ ജോലി പോകുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു വിഷയം ഇത് എങ്ങനെയാണ് ഉണ്ടായത്, എന്താണ് ഇതിന്റെ ഒരു പരിഹാരം? എയർ ഇന്ത്യയുടെ നിരുത്തരവാദിത്വത്തിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരത്തിൽ ഉള്ള നിരുത്തരവാദിത്വം ഒരു എയർലൈൻ്റെ ഭാഗത്തുണ്ടാവാൻ പാടില്ലാത്തതാണ്. സത്യത്തിൽ യാത്രക്കാരോട് യാതൊരു പ്രതിബദ്ധതയില്ലാത്ത തരത്തിലേക്ക് വരികയാണ്. ഇപ്പൊ സർവീസിന്റെ കാര്യത്തിൽ ഇതാണ് സ്ഥിതി. അതേപോലെ തന്നെ വിമാന ടിക്കറ്റ് ചാർജ് വളരെ ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലും വ്യത്യസ്തമായ ഒരു അനുഭവമല്ലല്ലോ നമ്മുടെ മുന്നിലുള്ളത്. യാത്രക്കാർ കൂടുതലുണ്ട് എന്നുള്ളതിന്റെ പേരിൽ കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന ടിക്കറ്റ് ചാർജ് വൻതോതിൽ ഫെസ്റ്റിവൽ സീസണിൽ വർദ്ധിപ്പിക്കുന്ന അതേ സമീപനം തന്നെയാണ് സർവീസുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. എയർ ഇന്ത്യയുടെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം, എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്ന് വാദിച്ചവർക്കുള്ള ഒരു മറുപടി കൂടെയാണ് ഇപ്പോഴത്തെ ഈ നിരുത്തരവാദിത്വം എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും യാത്രക്കാർ, അവരുടെ കുടുംബാംഗങ്ങളെല്ലാം ഈ നിലപാടിനെതിരായിട്ട് രംഗത്ത് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രവാസി സംഘത്തിന്റെ കാര്യത്തിലുള്ള അഭിപ്രായം. അല്ലെ, എയർ ഇന്ത്യ ഇപ്പോൾ പറയുന്നത് ഇവർക്ക് പകരം ടിക്കറ്റ് നൽകാം. അത് പക്ഷേ 14, 15 തുടങ്ങിയ തീയതികളിലേക്കാണ് അവർ ഇത് പറയുന്നത്. അതുമാത്രമല്ല, അല്ലെങ്കിൽ ഫണ്ട് നൽകാം. വളരെ ലാഘവത്തോടു കൂടിയാണ് ഇവർ ഈ വിഷയത്തെ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ വിഷയം ഈ പറയുന്ന പോലെ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട, അവൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട അടക്കമുള്ള പ്രശ്നങ്ങളാണ്. ഇവർ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ഒരു ടിക്കറ്റ് നൽകിയാൽ ഈ വിഷയം പരിഹരിക്കപ്പെടുമോ? ഇല്ലെന്നേ, അതാണ് പ്രശ്നം. അതായത് ഈ ഗൾഫ് യാത്രക്കാർ മിക്കവാറും ഇന്ന് ജോലിയിൽ പ്രവേശിക്കേണ്ടവരാണ് പലരും. അപ്പൊ ഇന്ന് ജോലിയിൽ പ്രവേശിക്കേണ്ടവർ ജോലിക്ക് എത്താതെ വരുമ്പോൾ അത് അൺഓതറൈസ്ഡ് ആബ്സെൻസ് ആയിട്ട് അവർ മാർക്ക് ചെയ്യും. അനധികൃതമായിട്ടുള്ള സംഗതിയിൽ അത് മാർക്ക് ചെയ്യുകയും പലരുടെയും ജോലിയെ അത് ബാധിക്കുകയും ചെയ്യും. ഒരു വിമാന കമ്പനി ഒരു 15-ാം തീയതി 16-ാം തീയതിയോ ടിക്കറ്റ് കൊടുക്കാം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ നിരുത്തരവാദിത്വമാണ്. പണം മടക്കി നൽകാം എന്ന് പറയലും അതിന്റെ പരിഹാരമല്ല. യഥാർത്ഥത്തിൽ സർവീസ് റദ്ദാക്കപ്പെടുമ്പോൾ പകരം സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. അതില്ലാതെ വരുമ്പോൾ അത് യാത്രക്കാരെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയായിട്ട് നിൽക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ അബ്ദുൽ ഖാദറാണ് നമ്മളോടൊപ്പം ചേർന്നത്.